ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് മലപ്പുറം പോത്തുകൽ മുണ്ടേരിയിലെ ആദിവാസി നഗറുകൾ. 2019 പ്രളയത്തിലാണ് ഇവർക്ക് ഏക ആശ്രയമായ പാലം തകർന്നത്. വർഷം 5 പിന്നിട്ടെങ്കിലും ഈ പാലത്തിൻ്റെ പുനർനിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ചാലിയാറിൽ ജലനിരപ്പ് ഉയരുമ്പോഴെല്ലാം ഈ ആദിവാസി നഗറുകൾ ഒരു തുരുത്തായി മാറുന്നതാണ് ഇന്നത്തെ അവസ്ഥ. അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്ക് പോലും പുഴ കടക്കാനാവാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ മനുഷ്യർ. മഴക്കെടുതിയെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. നമുക്ക് ആ മഴക്കെടുതിയും ഒപ്പം തന്നെ മനുഷ്യരെ നിസ്സഹായരാക്കുന്ന അവസ്ഥയും എന്താണ് എന്ന് നമുക്കൊന്ന് കണ്ടുവരാം. മലപ്പുറം ജില്ലയുടെ മലയോര മേഖലയിൽ മഴ കനക്കുകയാണ്. തൊട്ടു പിന്നാലെ ചാലിയാറിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞു. ചാലിയാർ രൗദ്രഭാവം പൂണ്ട് ഇങ്ങനെ കുത്തിമറിഞ്ഞൊഴുകുമ്പോൾ ആശങ്കയിലാകുന്ന കുറേ മനുഷ്യരുണ്ട്. മലപ്പുറം പോത്തുകല്ല് മുണ്ടേരിയിൽ ഞാൻ നിൽക്കുന്നത് മുണ്ടേരിയിലാണ്. ഈ നിൽക്കുന്ന ചാലിയാറിനക്കരെ കുറേ മനുഷ്യരുണ്ട്. 4 ഗ്രാമങ്ങളിലായി 650-ലധികം മനുഷ്യർ. തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ, വാണിയമ്പുഴ, ഇരുട്ടുകുത്തി ഇങ്ങനെ 4 കോളനികളിലായി 650-ലേറെ മനുഷ്യരാണ് അവിടെ ജീവിക്കുന്നത്. പക്ഷേ അവർക്ക് ഇക്കരുമായി ബന്ധപ്പെടാൻ ഇല്ലെങ്കിൽ ഒരു തുരുത്ത് പോലെ ഒറ്റപ്പെട്ട അവർക്ക് ഇക്കരുമായി വരാൻ യാതൊരു സാഹചര്യമില്ല എന്നുള്ളതാണ് അവസ്ഥ. 4 കോളനി തന്നെ ബുദ്ധിമുട്ട്. നമുക്ക് ആശുപത്രിയിൽ പോകാൻ ഇനിയിപ്പോൾ ഈ വേനലിക്ക് കുഴപ്പമില്ല, വേനലിക്ക് നമുക്ക് ഇറങ്ങി കയറി പോകാം. ഈ മഴക്കാലം വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈ പോയി ഇറങ്ങി കിടങ്ങി എവിടെ പെണ്ണുങ്ങളെ ഇറങ്ങി കയറുന്നു. നമ്മളാണുങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നീന്തും, അതും കൂട്ടാം. ഈ 2 കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ടായിരുന്നു. 2019 ആ പാലം പ്രളയത്തിൽ തകർന്നത്. അതിനുശേഷം ഇന്ന് വരെ ആ പാലം പുനഃസ്ഥാപിക്കാൻ സർക്കാരുകൾക്ക് സാധിച്ചിട്ടില്ല. പലതവണ മന്ത്രിമാരും കളക്ടർമാരും ഉദ്യോഗസ്ഥരും ഈ കോളനികൾ കയറിയിറങ്ങി വാഗ്ദാനങ്ങൾ നൽകി. ഓരോ തവണ പദ്ധതികൾ പ്രഖ്യാപിച്ചതല്ലാതെ ഇതുവരെ പാലം പണി പൂർത്തിയായിട്ടില്ല. ഇപ്പോഴും അതിന് അസ്ഥിവാരമിടുന്ന ചടങ്ങുകൾ മാത്രമാണ് പുരോഗമിക്കുന്നത്. ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായാൽ പോലും, ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പോലും ഇക്കരയ്ക്ക് എത്തിക്കാൻ സാഹചര്യമില്ല എന്നതാണ് ഇവിടുത്തെ ദയനീയ അവസ്ഥ. രോഗികളുണ്ടെങ്കിൽ അവിടുന്ന് ഏറ്റിങ്ങോട്ട് കൊണ്ടുവരണം, ഇവിടേക്ക് കൊണ്ടുവരണം. ഈ 5 കിലോമീറ്റർ ഏറ്റി കൊണ്ടുവരണം. അപ്പൊ രാത്രി ആയാലും പകലായാലും ഏറ്റി കൊണ്ടുവരണം. അപ്പൊ ഈ ഇനിയിപ്പോ ഈ പുഴയിൽ വെള്ളം കൂടിയ സമയത്ത് ചങ്ങാടം കെട്ടി ചങ്ങാടത്തിൽ ഇക്കരെ കയറ്റും. ആദ്യഘട്ടങ്ങളിൽ ജലനിരപ്പ് കുറഞ്ഞ കാലങ്ങളിൽ മുള കൊണ്ട് ഇവർ കെട്ടിയുണ്ടാക്കിയ ഒരു ചങ്ങാടം ഉപയോഗിച്ചായിരുന്നു ഇവിടെയുള്ള മനുഷ്യർ പുഴ കടന്നിരുന്നത്. ഇപ്പോൾ ജലനിരപ്പ് ഉയർന്നതോടെ അത് ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായി. ഫയർഫോഴ്സിന്റെ ഡെങ്കി ബോട്ടുകൾ ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം ഇവർക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അക്കരയിലേക്ക് എത്തിച്ചു കൊടുത്തത്. പക്ഷേ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചോടിച്ച് മടങ്ങി വരുന്ന വഴി ആ ഡെങ്കി ബോട്ട് ഒഴുക്കിൽപ്പെട്ട് ഏറെ ദൂരം താഴേക്ക് പോകുന്ന സാഹചര്യമുണ്ടായി. അഥവാ ഏത് നിമിഷം ഒരു അപകടവും ദുരന്തവും കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് ഈ മുണ്ടേരിയിലെ ചാലിയാറിലെ അവസ്ഥ. പക്ഷേ എന്നിട്ട് പോലും സർക്കാരോ അധികൃതരോ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പാലത്തിനായുള്ള മുറവിളി ഓരോ കാലവർഷം കണക്കുമ്പോഴും ഇവിടുത്തെ മനുഷ്യർ ഉയർത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ സർക്കാരും ഉദ്യോഗസ്ഥരും അധികാരമുള്ള എല്ലാവരും കണ്ണടച്ചിരുട്ടാക്കുകയാണ് ഈ മനുഷ്യർക്ക് ഒരു മനുഷ്യന്റെ ജീവന്റെ പോലും വില നൽകാതെ. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം. അഷ്കർ പറഞ്ഞ ആ പ്രദേശത്തെ മനുഷ്യരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ആദിവാസി നഗരികളിലുള്ളത് ഏതെങ്കിലും പ്രമാണിയായിരുന്നെങ്കിൽ, ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവോ MLA ഒക്കെ ആയിരുന്നെങ്കിൽ, ഈ നാട്ടിലെ സെക്രട്ടേറിയറ്റിലെ ഒരു മിനിമം സെക്രട്ടറിയോ അണ്ടർ സെക്രട്ടറിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ആ പാലം അവിടെ വരുമായിരുന്നു. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ പ്രാതിനിധ്യം എന്നുള്ളത് അവരുടെ വികസനത്തിൻ്റെ ഒരു അടയാളമാണ്, അതിൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ മനുഷ്യരെ ആരും അടയാളപ്പെടുത്തില്ല. അങ്ങനെയൊക്കെ ഒരു കൂട്ടർ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് ആരും ശ്രദ്ധിക്കാനേ ഇല്ല. അല്ലെങ്കിൽ പാലമൊക്കെ ഇത്രയും ദുരിതാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാതിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി ഈ അവഗണിക്കുന്നതിൻ്റെ കഥകൾ.